നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ ഇൻ്റർനാഷണൽ കേസ് ഓഫ് ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡ്രം. ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിൽപ്പ് തന്നെ 3 കാര്യങ്ങളാണ്. 1 ശുദ്ധവായു, 2 ശുദ്ധജലം, 3 ശുദ്ധമായിട്ടുള്ള ആഹാരം. പക്ഷേ ഈ ശുദ്ധമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ നമുക്കെല്ലാം അശുദ്ധമാണ്. നമുക്ക് ശുദ്ധവായു ഒരിക്കലും കിട്ടുന്നില്ല. ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സിറ്റി തന്നെ എടുക്കാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കേരളത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കന്യാകുമാരി. ഇപ്പോൾ നമുക്ക് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ ഇപ്പോൾ ഇവിടെ ഗ്രാമപ്രദേശങ്ങളൊന്നുമില്ല, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയായിട്ട് തന്നെ കേരളത്തിനെ കണക്കാക്കണം. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 കോടി കൂടുതലുണ്ട്. ഇത്രയും ജനസംഖ്യ, ഇപ്പോൾ ഉദാഹരണം ഈ ഓസ്ട്രേലിയ അല്ലെങ്കിൽ അതുപോലെ കാനഡ, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും നോക്കുമ്പോഴത്തേക്ക് അവരുടെ ടോട്ടൽ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോടി അല്ലെങ്കിൽ 3.5 കോടി അല്ലെങ്കിൽ മാക്സിമം 4 കോടി. അതിൽ ഒരു 10-30 കോടി കൂടുതൽ വരുന്നത് വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഡെവലപ്ഡ് കൺട്രീസിലുള്ള USA മാത്രമേ ഉള്ളൂ അത്രയും ജനസംഖ്യ കൂടുതലുള്ളത്. പിന്നെ UK ജനസംഖ്യ കൂടുതലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ജനസംഖ്യ കൂടുതലുള്ളതാണ് നമ്മുടെ കേരളം. ഇപ്പോൾ ജപ്പാനിൽ ഇതുപോലെ ജനസംഖ്യ കൂടുതലാണെങ്കിൽ തന്നെയും അവർ നമുക്ക് കമ്പയർ ചെയ്യാനൊക്കത്തില്ല. അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഓരോന്നും ചെയ്യുന്നത്. അവരിപ്പം വെള്ളം ശുദ്ധീകരിക്കുന്നത് തന്നെയും വായു ശുദ്ധീകരണം ഇതെല്ലാം അവർ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്കിവിടെ ഇല്ല, വെള്ളം കിട്ടാനില്ല, ശുദ്ധവായുവില്ല, ശുദ്ധമായിട്ടുള്ള ആഹാരവും ഇല്ല. അതിൻ്റെ ഒരു ഉദാഹരണം, ശുദ്ധവായുവാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നമുക്ക് ഈ പ്രാണവായു ഇല്ലാതെ മിനിറ്റുകൾ മാത്രമേ ജീവിക്കാനൊക്കൂ. വെള്ളമില്ലാതെ നമുക്ക് ഏകദേശം ഒരു ഡീഹൈഡ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാത്തത് കൊണ്ട് ശരീരം ചുക്കി തുടങ്ങും ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം വരെ മാക്സിമം. പക്ഷേ ആഹാരം ഇല്ലാതെ ഏകദേശം അതായത് സ്റ്റാർവേഷൻ, പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഇത്രയും. അപ്പം ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യം, നമ്മുടെ പ്രാണവായുവിൻ്റെ പ്രാധാന്യം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെള്ളത്തിനെ പറ്റിയാണ്. വെള്ളത്തിന് ശുചീകരിക്കുന്ന വെള്ളം നമുക്ക് എങ്ങും കിട്ടാനില്ല. പഴയ കാലത്ത് ഈ വെൽ വാട്ടർ നല്ലതായിരുന്നു. വെൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മുടെ ഓപ്പൺ വെല്ലിൽ സാധാരണ കിണറിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ ആ ഒരു സിസ്റ്റമേ ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റബ്ബറുണ്ട്. ഈ റബ്ബറിൻ്റെ കെമിക്കൽ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ വളം തന്നെ ഈ ഇത് വന്ന് ആ കിണറുകളിലെല്ലാം വരും. അപ്പോൾ ഒരു ഉദാഹരണം ഗ്രാമപ്രദേശങ്ങൾ, അപ്പോൾ സിറ്റിയിലൊന്നും ഇപ്പോൾ കിണറേ ഇല്ല. പിന്നെ സിറ്റികളിൽ കിട്ടുന്നത് സോക്കാൾഡ്, അതായത് സോക്കാൾഡ് പ്യൂരിഫൈഡ് വാട്ടർ എന്നാണ് പറയുന്നത്. സോക്കാൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും ഇല്ല, നമുക്ക് പറയപ്പെടാം. ഇപ്പോൾ ഉദാഹരണം നമുക്ക് തിരുവനന്തപുരം സിറ്റി തന്നെ എടുക്കാം. വെള്ളം ശുദ്ധീകരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഇതാണ് ക്ലോറിനാണ്, ക്ലോറിനേറ്റഡ് വാട്ടർ, അതായത് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വസ്ത്രം കഴുകുന്ന അതേ സാധനം തന്നെയാണ്. അതിൽ നിന്നും കുറച്ചുകൂടെ ശക്തിയുള്ളതാണ് നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാൻ ഇടുന്നത്. അത് അതോറിറ്റീസ് ഇപ്പം ഒരു ടൺ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലേബേഴ്സ് ഒരു 2-4 ഇടും. കാരണം 3-4 ദിവസത്തേക്ക് ഇരിക്കേണ്ടതല്ലേ. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഒരു പൈപ്പ് വാട്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പാല് പോലെ ഇരിക്കും. കാരണം ഇതിന് വല്ലാത്ത സ്മെല്ലും ആയിരിക്കും. ഈ ക്ലോറിനേറ്റഡ് വാട്ടറാണ്, അതായത് സോപ്പ് വെള്ളമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുടിക്കുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത സോക്കേട് വരെ വരാം. അപ്പോൾ ഉദാഹരണം, ഈ തിരുവനന്തപുരത്തെ ഈ ശുദ്ധവെള്ളം എന്ന് പറഞ്ഞാൽ പൈപ്പിൽ കിട്ടുന്ന വെള്ളം ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കിട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങൾക്കാണെങ്കിൽ അവരുടെ സെൻസിറ്റീവ് ഗ്ലാൻഡ് അതിന് പ്രോസ്റ്റേറ്റിസ് ധാരാളം കാണുന്നുണ്ട്. അതിങ്ങനെ ട്രേസ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അപ്പം വെള്ളം നമുക്ക് ശുദ്ധീകരിച്ചിട്ട് കിട്ടുന്നതേ ഇല്ല. വായു അങ്ങനെയായി. പിന്നെ ആഹാരത്തിൻ്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഈ വെള്ളം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വെള്ളത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 4 ലിറ്റർ വെള്ളം വേണം. അത് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. ശുദ്ധവെള്ളം കിട്ടുന്നില്ല. അതിന് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു ഹൈലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കാം. പക്ഷേ അത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കണമെങ്കിൽ 10,000 രൂപ 20,000 രൂപ വരെ വിലയുണ്ട്.
അപ്പോൾ അത് ആരും ഉപയോഗിക്കാറില്ല. അത് സാധാരണഗതിയിൽ സാധാരണ ആൾക്ക് ആപ്ലിക്കബിളും അല്ല. ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ. ഉപയോഗിക്കാത്തവർ മാക്സിമം അറ്റ്ലീസ്റ്റ് ഇത് വെള്ളം കിട്ടുന്ന വെള്ളം നമ്മൾ തിളപ്പിച്ചാറിച്ച് തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ തിളപ്പിച്ചാറിച്ച് കഴിഞ്ഞാൽ രോഗാണുക്കൾ മുഴുക്കെ പോകും. അതേസമയം കെമിക്കലൊന്നും ഫിൽട്ടർ പോകത്തില്ല. അപ്പോൾ ഈ കെമിക്കൽ വെള്ളം എങ്ങനെ ആയാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടലിലോ അല്ലെങ്കിൽ എവിടെയും ഇതൊന്നും ഈ ബോട്ടിൽ വാട്ടർ കിട്ടാറുണ്ട്. അതും ഒരു ശുദ്ധീകരിച്ചതൊന്നുമല്ല. അതും അവർ എവിടുന്നെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു ഇതുപോലെ കെമിക്കലൊക്കെ ചേർത്തിട്ട് നല്ല തെളിഞ്ഞ വെള്ളം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നല്ല കമ്പനികളും ഉണ്ട്, അത് അല്ലാത്തതുമുണ്ട്. അതുകൊണ്ട് വാട്ടർ ബോട്ടിലായാലും നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതിനേക്കാൾ നല്ലത് നിങ്ങൾ തിളപ്പിച്ചാറിച്ച വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ പ്രാധാന്യമാണ്. നമുക്കൊരു ദിവസം വേണ്ടുന്നത് നമ്മുടെ എല്ലാ ഫങ്ഷനും വേണ്ടുന്നത് 4 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 10 ഗ്ലാസ് വലിയ ഗ്ലാസ്സിൽ ചെയ്തത്. അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഗ്ലാസ്സൊന്നും കുടിക്കേണ്ട കാര്യമില്ല. കൂടെ ഈ തിളപ്പിച്ചാറിച്ച വെള്ളം നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തണുപ്പ് തോന്നിക്കണമെങ്കിൽ നമുക്ക് കൂജയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൺകലത്തിലോ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അത് തന്നെ ഒരു പ്യൂരിഫൈഡ്, ഒരു നാച്ചുറൽ പ്യൂരിഫൈഡ് കുറേ കാര്യങ്ങളൊക്കെ ഇത് വലിച്ചെടുക്കും, കെമിക്കലൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കോശങ്ങൾക്കും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മുടെ ബ്ലഡ് തന്നെയും ഏകദേശം 85% വരെയും വെള്ളമാണ്, വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കട്ടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാണ്. ഈ എല്ലിൻ്റെ വരെയും നമുക്ക് ഏകദേശം 45-50% വെള്ളമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുക്കെ വെള്ളമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം നമുക്ക് വെള്ളമില്ലെന്നുണ്ടെങ്കിൽ ഹൃദ്രോഗം വരാം, ലിവർ പ്രോബ്ലം വരാം, കിഡ്നി പ്രോബ്ലം വരാം, അങ്ങനെ എല്ലാ രോഗങ്ങളും വരാം. നമുക്ക് അതുപോലെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനെയാണ്. നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ബ്രെയിന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് വേണ്ടുന്ന ഒരു 3 to 4 ലിറ്റേഴ്സ് ഓഫ് വെള്ളമാണ് രക്തമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ രക്തത്തിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാ അവയവങ്ങളെയും എല്ലാ കോശങ്ങളെയും ഇത് ബാധിക്കും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് രക്തത്തിലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ബ്രെയിനെയാണ്. പിന്നെ ബാധിക്കുന്നത് കിഡ്നിയാണ്. കിഡ്നിക്ക് പ്രവർത്തനമെന്നുണ്ടെങ്കിൽ, അതായത് വൃക്കകൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ബ്ലഡിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വെള്ളമില്ല ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചു. വെള്ളമില്ലെന്നുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. എന്താ പറഞ്ഞാൽ ഒരവയവങ്ങൾക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ബ്ലഡിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിനെയാണ് ഓക്സിജൻ കുറയും. അപ്പോൾ തലച്ചോറിന് ഒരു ബ്രെയിൻ ഇല്ലാത്ത കുഴപ്പങ്ങൾ അത്രയും ഉണ്ടാക്കും. അതായത് ബ്രെയിനെ പറ്റി നമുക്ക് വേറെ കൂടുതലായിട്ട് ഒരു ദിവസം പറയാം. പക്ഷേ ഇത് ബ്രെയിനെ പറ്റിയാണ് ഏറ്റവും നമുക്ക് പറഞ്ഞു നിൽക്കാത്തത്. അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം, നമ്മുടെ ഇപ്പോൾ 4 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 4 ലിറ്റർ ബ്ലഡാണ് നമുക്ക് ആവശ്യമെങ്കിൽ 3 ലിറ്റർ ഇത് ഇത്രയും ഉണ്ടായി കഴിഞ്ഞാൽ ഈ സർക്കുലേഷൻ നടക്കുന്നതിന് 1/3 സർക്കുലേഷൻ നമ്മുടെ ചെറിയ ബ്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ബ്രെയിൻ്റെ പ്രാധാന്യം ആലോചിച്ചാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇത്രയും വലിയ ബോഡിക്ക് വരുന്നത് ബാക്കിയുള്ള 3 ഭാഗമേ ഉള്ളൂ. അപ്പോൾ 3/2 പിന്നെ ഇത് വരുന്നുള്ളൂ. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രാധാന്യം ആലോചിച്ച് നോക്കണം. അപ്പോൾ വെള്ളമില്ലെങ്കിൽ നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും അത് ഡിസോർഡറാക്കും. പക്ഷേ ഇത് ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഇത് ചെയ്യാറേ ഇല്ല. പക്ഷേ ഇത് ഈ ചില ആളുകൾ ഡോക്ടേഴ്സ് തന്നെ അഡ്വൈസ് നിങ്ങളൊരു 5 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വരും. 5 ഗ്ലാസ്സൊന്നും പോരാ. ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ ഗ്ലാസ് ആണെങ്കിൽ 10 ഗ്ലാസ് തന്നെ കുടിക്കണം. ചെറുതാണെങ്കിൽ ഒരു 15. ഇത് ഒരു പ്രാവശ്യമായിട്ട് കുടിക്കാൻ പറ്റില്ല. അത് കൂടെ കുറേശ്ശെ കുടിക്കണം. ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് വെള്ളം അതിൻ്റെ വളരെ കുറച്ചേ കുടിക്കാൻ പാടുള്ളൂ. അത് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിക്കണം. ഡോക്ടർ ഇതിനെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് കിഡ്നി ഫങ്ഷൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് എത്ര വെള്ളം കുടിക്കാമെന്ന് ഡോക്ടർ പറയും. അതനുസരിച്ച് കുടിച്ചിട്ടില്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വരെ ഉണ്ടാകാം. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. എന്നിട്ട് ഹാർട്ട് ബ്ലോക്കിൻ്റെയാണ് ഈ 3 പറഞ്ഞത്. ഇതിന് നമുക്ക് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് എൻ്റെ സെൻറ്ററിൽ
കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് ഏറ്റവും ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലേസേഴ്സാണ്, ലേസേഴ്സ് ഇൻ മെഡിസിൻ. പിന്നെ കിലേഷൻ തെറാപ്പി. അപ്പോൾ മറ്റ് ബൈപ്പാസ് സർജറിക്കൊക്കെ ഒരു 3 lakhs to 5 lakhs വരുന്നെങ്കിൽ അതിൻ്റെ 4 പോലും വരുന്നില്ല. ഉദാഹരണം കിലേഷൻ തെറാപ്പി നമുക്കൊരു 10,000 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കൊണ്ട് ഇപ്പോൾ ഒരു 80-85% വരെയും ഹാർട്ട് ബ്ലോക്ക് മാറ്റാൻ സാധിക്കും. ഇത് പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു വെറുതെ പറയുന്നതല്ല. ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെ ഞാൻ നമ്മുടെ പഴയ ഇന്ത്യൻ പ്രസിഡൻറ്റ് KR നാരായണൻ സാറിന് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോർട്ടറൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ മാർത്താണ്ഡവർ മഹാരാജാവിൻ്റെ മകനും ഈ ട്രീറ്റ്മെൻറ്റ്. ഇതിപ്പം ഇവരുടെ കാര്യം പറയാൻ അവർ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഇതുപോലെ എന്തെങ്കിലും പറയുന്നെങ്കിൽ ഞങ്ങളുടെ പേരും കൊണ്ട് നിങ്ങൾ പറയണം, പറയാതിരിക്കട്ടെ, ആളുകൾക്ക് പ്രയോജനം വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.